ഹലോ എവരിവൺ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സൈക്കോളജി ക്ലാസ്സിലാണുള്ളത്. ഇത് സൈക്കോളജിയിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ സിലബസ് അനലൈസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ LPSAയിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ UPSAയിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഒരു 20 ചോദ്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. സോ അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹാജാസ് ക്ലാസ്സസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. ജനറൽ PSCയും അതേപോലെ LPSA UPSAയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഞാൻ LPSA UPSAയെ കുറിച്ച് മാത്രം പറയാം. LPSA UPSAയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സിലെ ഇൻ ഡെപ്തിലുള്ള ക്ലാസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നതാണ്. ഒരുപാട് ക്ലാസ് നമ്മൾ ഇതിനകം ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. ഇനി തുടർന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ് കൃത്യമായിട്ടും കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി അത് ഇനേബിൾ ചെയ്ത് വെക്കുക. സോ നന്നായിട്ട് പഠിക്കുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മുൻവർഷ ചോദ്യങ്ങളാണ്. ഒരു പരീക്ഷയിലെ തന്നെ 20 ചോദ്യങ്ങളാണ് എന്ന് പറയേണ്ടത് ആവശ്യമില്ലല്ലോ. സോ ആ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ടും അത് കട്ട് ചെയ്ത് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുന്നതിന് വേണ്ടി. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത സമയത്ത്, കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത സമയത്ത്, കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പരീക്ഷ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വികാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും, പ്രത്യേകിച്ച് വികാസ തത്വങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. അവിടെ കുറേ ട്രാപ്പ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടും പ്രെഡിക്റ്റ് ചെയ്തൊരു ചോദ്യമായിരുന്നു ഇത്. വികാസം അനുസ്യൂതമാണ്, നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. വികാസം അനുസ്യൂതമല്ലേ? അഥവാ വികാസം കണ്ടിന്യൂസ് ആണ്. ഒരാൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ പറയാറുണ്ട്, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും വികാസം നടക്കുന്നുണ്ട്. അപ്പോൾ വികാസം അനുസ്യൂതമാണ്, ശരിയാണ്. ശാരീരിക വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. അപ്പൊ വികാസത്തിന് ഗതി നിയമം ഉണ്ട്, അല്ലെ? വികാസത്തിന് കൃത്യമായിട്ടും ഒരു ഗതി നിയമമുണ്ട്. നമ്മുടെ വികാസം ശരീരത്തിന്റെ മധ്യത്തിൽ നിന്നും വശങ്ങളിലേക്കാണ് സംഭവിക്കുന്നത്, അതും ശരിയാണ്. നമ്മൾ പറയാറുണ്ട് സമീപസ്ഥ വിദൂര വികാസം, അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ. ഇനി നമ്മൾ കുറുകെ നോക്കുകയാണെങ്കിൽ തലയിൽ നിന്നും കാൽപാദത്തിലേക്കാണ് നമ്മുടെ വികാസം സഞ്ചരിക്കുന്നത്. ശിരോപാദ വികാസം, സെഫാലോ കോഡൽ എന്ന് നമ്മൾ അതിനെ പറയും, അതും ശരിയാണ്. ഇനി വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു, അല്ലെ? വികാസം നമ്മൾ പഠിക്കുന്ന സമയത്ത്, പുതിയ കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് വികാസം ഉണ്ടാകുന്നു. മെച്യൂരിറ്റി ഉണ്ടാകുന്ന സമയത്ത് വികാസം ഉണ്ടാകുന്നു, അതും ശരിയാണ്. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് തെറ്റാണ്. വികാസത്തിന്റെ ഗതിയിൽ എന്തുണ്ട്? വ്യക്തി വ്യത്യാസം ഉണ്ട്. അപ്പൊ ഓരോ വ്യക്തിയിലും വികാസത്തിന്റെ ആ ഒരു പോക്കില് വ്യത്യാസം ഉണ്ടാകും, കേട്ടോ. സോ വികാസത്തില് വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ദെൻ അടുത്ത ചോദ്യം, സ്വയം കേന്ദ്രീകൃത അവസ്ഥ. നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞ സാധനമാണ്, അല്ലെ? ഈ ചോദ്യ പേപ്പറിലെ 19 ചോദ്യവും നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഒരു ചോദ്യം മാത്രമാണ് കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. സ്വയം കേന്ദ്രീകൃത അവസ്ഥ, ഈഗോ സെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? അപ്പൊ പിയാഷയുടെ 4 ഘട്ടങ്ങളുണ്ട് വൈജ്ഞാനിക വികാസഘട്ടം. അവിടെ നിന്ന് ഓർഡർ മാറ്റി തന്നിട്ടുണ്ട്. ആദ്യം ഇന്ദ്രിയചാലക വികാസഘട്ടമാണ്, അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ പ്രാക് മനോവ്യാപാര ഘട്ടമാണ്. മൂന്നാമത്തത് മൂർത്ത മനോവ്യാപാര ഘട്ടമാണ്. നാലാമത്തത് ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ്. ഇതിൽ സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഉള്ളത് ഒരു കുട്ടി പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ്. അപ്പൊ ഇത് ഓർഡർ ഷഫിൾ ചെയ്ത് തന്നാലും നമ്മൾ തെറ്റിക്കരുത്. രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം എന്ന് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് പോവുകയും ചെയ്യരുത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പൊ പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് കുട്ടിക്ക് സചേതന ചിന്ത, പ്രതീകാത്മക ചിന്ത, സ്വയം കേന്ദ്രീകൃത ചിന്ത ഒക്കെ ഉള്ളത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം ഏത്? പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്ക്. ഉദാഹരണം അല്ലാത്തത്, ഇടാ, ഉദാഹരണം എന്നല്ല, ഉദാഹരണം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? വാചികമായിട്ടുള്ള കാര്യങ്ങൾ, വേർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കില്ല. അവിടെ അല്ലാതെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പ്രൊജക്റ്റീവ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അഭിമുഖ പരീക്ഷയ്ക്കൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് മനസ്സിലാക്കുക. പ്രൊജക്റ്റീവ് ടെക്നിക്കിന്റെ പ്രത്യേകത ഈ പ്രക്ഷേപണ രീതി ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്ന് ഒരാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലാത്തത് ഏത് എന്ന് നമുക്ക് നോക്കാം. റൊഷാക്ക് ഇങ്ക് പ്ലോട്ട് ടെസ്റ്റ്, അത് പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. എപ്പോഴും നമ്മുടെ ഓപ്ഷനിൽ കാണുന്നതാണ്, അത് പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. തിമാറ്റിക് അപ്പോസെപ്ഷൻ ടെസ്റ്റ് ആകട്ടെ, ചിൽഡ്രൻ അപ്പോസെപ്ഷൻ ടെസ്റ്റ് ആകട്ടെ, അത് പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. ഇനി മില്ലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ഇച്ചിരി സെൻസ് ഉള്ള ആളുകൾക്ക് തന്നെ ഇൻവെന്ററി എന്ന് കാണുമ്പോൾ ഇൻവെന്ററി എന്ന് പറയുന്നത് മറ്റൊരു ടെക്നിക്കാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻവെന്ററി. അപ്പൊ അതല്ല, അത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ല, അത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്കല്ലാത്തതാണല്ലോ വേണ്ടത്. ഇനി പദസഹചരത പരീക്ഷ, വേർഡ് അസോസിയേഷൻ ടെക്നിക്കും ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ് കേട്ടോ, പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. ഓപ്ഷൻ സി മാത്രമാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലാത്തത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, എറിക്സൺ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ? അപ്പൊ എറിക്സൺ 8 മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഈ ഓരോ 8 ഘട്ടങ്ങളിലും ഒരു വേഴ്സസ് അഥവാ ഒരവസ്ഥ, വിശ്വാസം വേഴ്സസ് അവിശ്വാസം. അപ്പൊ 2 കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് പറയുക. അപ്പൊ 2 കാര്യങ്ങൾ ഉണ്ടാകും. ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ ഒന്നെങ്കിൽ അവനിൽ വിശ്വാസം കിട്ടുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ അവിശ്വാസം എന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ 2 വ്യത്യസ്ത മാനങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 6 വയസ്സുള്ള കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടിയാണ് അല്ലെ, സ്കൂൾ ചൈൽഡ് ആണ്, സ്കൂൾ ഏജ് ആണ് 6 വയസ്സ് എന്ന് പറയുന്നത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നമ്മൾ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്ന കുട്ടികളാണ്. അപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകത ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ കുട്ടി വളരെ താല്പര്യത്തോട് കൂടി ഓടിച്ചാടി സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ മടി പിടിച്ച് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകുന്ന കുട്ടികളുണ്ടാകും അല്ലെ. 2 ടൈപ്പ് ഓഫ് കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. ഒന്നെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യത്തോടെ പോകുന്ന കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ മടി പിടിച്ച് പോകുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ നമുക്ക് പറയാം, ഒന്നെങ്കിൽ കുട്ടി ഊർജ്ജസ്വലനായിട്ട് പോകും, ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവുമായിട്ട് പോകും, ഇൻഡസ്ട്രിയസ് ആയിട്ട് പോകും അല്ലെ. അല്ലെങ്കിൽ കുട്ടി അപകർഷതാബോധത്തോടു കൂടി പോകും. അപ്പോൾ 1ഉം 3ഉമാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എയിൽ കിടപ്പുണ്ട്. ഇനി കുട്ടിക്ക് സ്വബോധവും റോൾ സംശയങ്ങളാണുള്ളെങ്കിൽ ആ കുട്ടി ഏത് ഘട്ടത്തിലാണ്? കൗമാരഘട്ടത്തിലാണുള്ളത് കേട്ടോ. കൗമാരഘട്ടത്തിലാണ് ഒരു കുട്ടിക്ക് ഐഡന്റിറ്റിയും റോൾ കൺഫ്യൂഷനും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സോ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഓരോന്ന് കൃത്യമായിട്ടും വായിക്കുക. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏത്? അപ്പൊ ആദ്യം ഒരു തത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഇനി ആ തത്വം മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേരും പറയും. അത് ശരിയാണെങ്കിൽ അതാണ് നമുക്ക് മാർക്ക് ചെയ്ത് ഉത്തരത്തിലേക്ക് വരേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ തന്നെ മാർക്ക് ചെയ്ത് പോവുക. വേണമെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാനത് പറയാം. ഒന്നാമത്തെ ചോദ്യം, മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകങ്ങൾ എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതകൾ തരംതിരിച്ചിരിക്കുന്നത് കാൾ റോജേഴ്സ് ആണോ? അല്ല, അത് നമ്മുടെ ആൽപോർട്ട് ആണ് അല്ലെ, ആൽപോർട്ട് ആണ്. സോ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ്. അപ്പോൾ 1 നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ല. അപ്പോൾ 1 ഓപ്ഷൻസ് നമുക്ക് വെട്ടാം. ഓപ്ഷൻ എയിൽ 1 ഉണ്ട്, അതുകൊണ്ട് ഓപ്ഷൻ എ എന്തായാലും നമുക്ക് ഉത്തരമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എയെ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃതാഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗോർഡൻ വില്ലാഡ് ആൽപോർട്ട് അഥവാ GW ആൽപോർട്ട് ആണ്. അപ്പോൾ നമ്മുടെ GW ആൽപോർട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിക്ക് പക്വ വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ 6 കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആൽപോർട്ട് ആണ്. അപ്പൊ 2 ശരിയാണ്. അപ്പൊ 2 ഇല്ലാത്ത പ്രസ്താവന നമുക്ക് വെട്ടണം, കാരണം 2 നമുക്ക് ഉത്തരത്തിൽ വന്നതാണ്. അപ്പൊ സി വെട്ടാം. സോ അടുത്തൊരു ചോദ്യം കൂടി നോക്കുമ്പോൾ നമുക്ക് ആൻസർ കൺഫേം ആവും. ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അഹത്തിന് 2 തലങ്ങളുണ്ട്, അഥവാ സെൽഫ് കോൺസെപ്റ്റ്. അതിനെക്കുറിച്ച് പറഞ്ഞത് എബ്രഹാം മാസ്ലോ അല്ല,
കാൾ റോജേഴ്സ് ആണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ 3 തെറ്റാണ്. അപ്പൊ 3 ഓപ്ഷൻ നമുക്ക് എന്തായാലും ഉത്തരമായിട്ട് വരില്ല. അപ്പൊ ഡി വെട്ട ഉത്തരം കൺഫേം ആയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. 4ാമത്തത് കൂടി നമുക്ക് വായിച്ചു നോക്കാം. മനുഷ്യ മനസ്സിനെ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലോ? അതെ, ആണ്. അപ്പൊ 2ഉം 4ഉമാണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? വളരെ സമാധാനത്തില് പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി വായിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഈ പരീക്ഷയിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, പ്രസ്താവനകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം സിമ്പിൾ ആയിരുന്നു. ചോദ്യത്തിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ പേടിക്കരുത്. നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക. അപ്പൊ ഇവിടെ സമായോജന തന്ത്രവും അതിന്റെ ഉദാഹരണവും തന്നിട്ടുണ്ട്, കൃത്യമായിട്ടുള്ളത് ചേർക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത് യുക്തീകരണം. യുക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ അതിനെ തെറ്റായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നതിനാണ് യുക്തീകരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സമായോജന തന്ത്രം വായിച്ചിട്ട് ഓരോ ഉദാഹരണം അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് നോക്കുന്നതിനേക്കാൾ എളുപ്പം ഉദാഹരണം വായിച്ചിട്ട് അതിന്റെ കറക്റ്റ് സമായോജന തന്ത്രം സെലക്ട് ചെയ്യുന്നതാണ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഒരു സമായോജന തന്ത്രം വായിച്ചു കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ വായിച്ചു നോക്കിയിട്ട് അതിനോട് ഇത് ശരിയാവോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഉദാഹരണം വായിക്കുക, എന്നിട്ട് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള തന്ത്രം സെലക്ട് ചെയ്യുക. കേട്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സമയം ലാഭിക്കും. അപ്പൊ നമുക്ക് നോക്കാം. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒരാൾക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല, അപ്പൊ മറ്റൊരാളുടെ വിജയത്തിൽ അയാൾ ആനന്ദം കണ്ടെത്തുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷനിലാണ് അല്ലെ? 2ൽ കിടക്കുന്നു. അപ്പൊ 2ഉം 'എ'യും തമ്മിൽ ബന്ധിപ്പിക്കാം. അപ്പൊ നമുക്ക് സിനിമാ നടന്മാരോട്, കായിക താരങ്ങളോടൊക്കെ ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം താദാത്മീകരണമാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അയാൾ ചെയ്യുന്നു, അപ്പൊ അയാളോട് നമുക്ക് അയാളുടെ വിജയത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നു. താദാത്മീകരണമാണ്. അപ്പൊ 2A. അപ്പൊ 2A ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കേണ്ടത്. ഇവിടെ 2D ആണ്, അതുകൊണ്ട് നമുക്കത് വെട്ടാം. ഇവിടെ 2A ആണ്, ഇവിടെയും 2A ആണ്, ഇവിടെയും 2A ആണ്. രക്ഷയില്ല അല്ലെ? അപ്പൊ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു. അഥവാ ഒരു കുട്ടി അവന്റെ വികാസഘട്ടത്തിലെ തൊട്ട് മുന്നേയുള്ള ഘട്ടത്തിലേക്ക് മടങ്ങി പോകുന്നു. അതിന് നമ്മളൊരു പേര് പറയും. അതിന് നമ്മൾ പേര് പറയുന്നത് പ്രതിഗമനം അല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്നാണ് അല്ലെ? അപ്പൊ ഒരു 2ാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് ആദ്യത്തെ കുട്ടി കൊച്ചുകുട്ടിയെ പോലെ പെരുമാറും എന്ന ഉദാഹരണം അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ ആണ്. അപ്പോൾ B4 ആയിട്ട് വരുന്നത് നമുക്ക് നിലനിർത്താം. ഉത്തരം കൺഫേം ആയി. ഓപ്ഷൻ സി ആണ്. കണ്ടോ? ഇവിടെ മാത്രമേ B4 വരുന്നുള്ളൂ, ബാക്കി ഒന്നിലും വരുന്നില്ല. അപ്പൊ 2 നോക്കിയപ്പോൾ തന്നെ നമുക്ക് ചോദ്യം കൺഫേം ആയി. ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി ബാക്കി കൂടി വായിച്ചു നോക്കാം. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. അപ്പൊ തെറ്റായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുകയാണ്. തന്റെ പരാജയത്തിനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നതിന് നമ്മൾ പറയുന്നത് യുക്തീകരണം എന്നാണ്. അപ്പോൾ 1C കറക്റ്റ് അല്ലേ? 1C. ഇനി ബാക്കി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത് അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. 3D. അഥവാ നമുക്ക് ഒരു മേഖലയിൽ കഴിവില്ല, അപ്പോൾ മറ്റു മേഖലയിലെ കഴിവ് കൊണ്ട് നമ്മൾ മറയ്ക്കുന്നു. ഒരു മേഖലയിലെ കഴിവുകേടിനെ മറ്റൊരു മേഖലയിലെ കഴിവ് കൊണ്ട് മറക്കുന്നതിനെ നമ്മൾ അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്ത്? ഈ ഉദാഹരണം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞ സംഗതിയാണ്. ഈ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ തിയറി പഠിച്ചത്. അപ്പോൾ നമുക്കൊരു അധ്യാപകനോടുള്ള അനിഷ്ടം ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തോടും ക്ലാസ് മുറിയോടും സ്കൂളിലേക്കും ഒക്കെ വ്യാപിക്കുന്നത് ചോദക സാമാന്യവൽക്കരണം അഥവാ സ്റ്റിമുലസ് ജനറലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ചോദകത്തിന് സമാനമായിട്ടുള്ള ചോദകത്തോട് സമാനമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നതിനാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം വീണ്ടും ചേരുംപടി ചേർക്കുക. അപ്പോൾ ഓരോ പരീക്ഷണങ്ങളും ആ പരീക്ഷണം ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ? പ്രശ്നപേടകത്തിലെ പൂച്ച
പൂച്ച. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് നമ്മുടെ ശ്രമപരാജയ പഠന രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തൊണ്ടേക്ക് നടത്തിയിട്ടുള്ള പരീക്ഷണമാണ് അല്ലെ. പൂച്ചയെ ഒരു ബോക്സിനകത്ത് അയക്കുന്നു അല്ലെ, പസിൽ ബോക്സിലെ പൂച്ച എന്ന് നമ്മൾ പറയും. എന്നിട്ട് പൂച്ചയ്ക്ക് പുറത്ത് ഒരു ഭക്ഷണം വെച്ച് കൊടുക്കുന്നു. ഭക്ഷണത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഡോറ് തുറക്കണം. ഡോറ് തുറക്കാൻ ഒരു ലിവർ ഉണ്ട്, പക്ഷെ ആ ലിവർ പൂച്ചയ്ക്ക് അറിയില്ല. പൂച്ച ഒരുപാട് ശ്രമത്തിലൂടെ ആ ലിവർ ഏതാണെന്ന് കണ്ടെത്തുന്നു. അതാണ് ശ്രമപരാജയ പഠന രീതി, ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് നമ്മൾ പറയും. അപ്പോൾ 1 C ആണ് വരേണ്ടത്. അപ്പോൾ 1 C അല്ലാത്തത് നമുക്ക് വെട്ടാം. എയിൽ 1 A ആണ്, ബിയിൽ 1 B ആണ്. ഇവിടെ 1 C ഉണ്ട്, ഇവിടെ 1 C ഉണ്ട്. 2 ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ദെൻ ബോബോ പാവ പരീക്ഷണം, ബോബോ ഡോൾ എക്സ്പെരിമെന്റ് നമ്മുടെ ആൽബർട്ട് ബന്ദൂരയുടെ ആണ്. ആൽബർട്ട് ബന്ദൂര സാമൂഹിക പഠനം അല്ലെങ്കിൽ നിരീക്ഷണ പഠനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ 2 A ആണ്. ഇവിടെയും 2 A വന്നു, ഇവിടെയും 2 A വന്നു. ചോദ്യം കൺഫേം ആയില്ല, അല്ല ഉത്തരം കൺഫേം ആയില്ല. അടുത്തത് കൂടി നോക്കാം. സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി, അത് കൊഹ്ലറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. കൊഹ്ലർ വരുന്നത് ഇൻസൈറ്റ് ലേണിംഗ് ആണ്. ഇൻസൈറ്റ് ലേണിംഗ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്നതാണ് അല്ലെ. കൊഹ്ലർ ഇൻസൈറ്റ് ലേണിംഗ് ആണ് പറഞ്ഞത്. ആ ഇൻസൈറ്റ് ലേണിംഗിന്റെ ഭാഗമായിട്ടാണ് സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഇൻസൈറ്റ് ലേണിംഗ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഉൾപ്പെടുന്നതാണ്. സോ ഗസ്റ്റാൾട്ട് തിയറി 3B ആണ്. 3B കൺഫേം ആയി ഓപ്ഷൻ D ആണ് ഉത്തരം. ഇനി ഹെയ്ൻസ് ഡിലൈമ നമ്മുടെ ലോറൻസ് കോൾബർഗ് പറഞ്ഞതാണ്. ലോറൻസ് കോൾബർഗ് സാൻമാർഗിക വികാസത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഹെയ്ൻസ് എന്ന് പറയുന്ന വ്യക്തി മരുന്ന് വാങ്ങാൻ പോകുന്നതും മരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് മോഷ്ടിക്കുന്നതുമായിട്ടുള്ള ഒരു കഥയുണ്ട്, ഹെയ്ൻസ് ഡിലൈമ. സോ 4D. സോ നമ്മുടെ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരം. കൃത്യമായിട്ടും കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഇതും നമ്മൾ കൃത്യമായിട്ട് പറയാം, നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞ അതേ സെന്റൻസ് ആണ്. പഠനവും അത് സാധ്യമാകുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്, 18 വെങ്കർ തുടങ്ങിയവർ 1919കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം. അപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യം എവിടെ നിന്നാണോ പഠിക്കുന്നത് ആ സാഹചര്യവും പഠനവും തമ്മിൽ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സാഹചര്യം, പഠനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ് അല്ലെ. ഒരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട പഠനം. ഇപ്പൊ ഒരാൾ മാർക്കറ്റിൽ വെച്ച് കൃത്യമായിട്ടും കണക്ക് കൂട്ടാൻ അറിയുന്ന ഒരു വ്യാപാരിയെ ക്ലാസ് മുറിയിൽ വന്നിരുന്ന ക്ലാസ് ഒരു കണക്ക് ചെയ്യിപ്പിച്ചാൽ നേരത്തെ ചെയ്ത അതേ വേഗത ഇവിടെ ഉണ്ടാവില്ല. കാരണം അവൻ ചെയ്യാൻ ശീലിച്ച സാഹചര്യവും പഠനവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നതാണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. ഓപ്ഷൻ B ആണ് ആൻസർ. നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമായിരുന്നു. ഇതിന് അടുത്ത ചോദ്യം, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി. നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഇത് വരും എന്ന് പറഞ്ഞ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത നമ്മുടെ മോക്ക് ടെസ്റ്റുകളിലും ലൈവ് ക്ലാസ്സുകളിലും കൃത്യമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏതാണെന്ന് ചോദിച്ചാൽ പ്രതിക്രിയ അധ്യാപനം. അപ്പൊ വൈഗോട്സ്കി വായനാ പരിശീലനത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം. അതിന്റെ ആ ഒരു സ്റ്റെപ്സ് അടക്കം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയും അത് പഠിക്കും. ഓക്കെ അല്ലേ? ഞാനിത് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ അത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആജാസ് ക്ലാസ്സസിലൂടെ കഴിയും എന്നുള്ളൊരു ഉറപ്പാണ് ഇവിടെ തരാൻ കഴിയുന്നത്. ദെൻ അടുത്ത ചോദ്യം, ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രാധാന്യപ്പെട്ടത് വ്യക്തിപര ബുദ്ധി അഥവാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് ഗാർഡനർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നതിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ. അപ്പോൾ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ കൃത്യമായിട്ടും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവന്റെ പേഴ്സണൽ ഇന്റലിജൻസ് വേണം. അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇടപെടാനും വേണ്ട ഇന്റലിജൻസ് ആണ് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് ആന്തരിക വൈയക്തിക ബുദ്ധി വേണം. മറ്റൊരാളുമായിട്ട് നന്നായിട്ട് ഇടപെടുന്നതിന് വേണ്ടി വ്യക്തിയാന്തര ബുദ്ധിയും വേണം. സോ 2, 3 ഓപ്ഷൻ C ആണ് ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ വ്യക്തിയാന്തര ബുദ്ധി നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് വേണ്ടതാണ്. ആന്തരിക വൈയക്തിക ബുദ്ധി നമുക്ക് നമ്മെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ കഴിവുകേടുകളെ കുറിച്ച് ഉള്ള ഒരു ബോധം ഉണ്ടാകുന്നതിന് വേണ്ടി ആവശ്യമുള്ളതാണ്. സോ 2, 3 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം.
പര്യാവരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാട്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ബുദ്ധിക്ക് നമ്മുടെ പര്യാവരണമായിട്ട് ബന്ധമുണ്ട്. അഭിക്ഷമത, മനോഭാവങ്ങൾ, ഇതിനെയെല്ലാം നമ്മുടെ ചുറ്റുപാടും നിർണ്ണയിക്കുന്നുണ്ട്. എന്നാൽ ശരീരത്തിന്റെ ഉയരം നമുക്ക് അങ്ങനെ അല്ല വരുന്നത്, അത് ജനിതകമായിട്ട് വരുന്നതാണ്. അപ്പൊ മോസ്റ്റ് ആക്യുറേറ്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ബുദ്ധി ആകട്ടെ, ബുദ്ധിക്ക് പാരമ്പര്യവും പര്യാവരണവും ഒരേപോലെ സ്വാധീനിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം പാരമ്പര്യവും പര്യാവരണത്തിനും സ്വാധീനം വരുന്നുണ്ട്. ശരീരത്തിന്റെ ഉയരം അത് പാരമ്പര്യ ഗുണമായിട്ട് വരുന്നതാണ്, ചുറ്റുപാടുമായിട്ട് അതിന് നേരിട്ട് ബന്ധം ഇല്ല. ഓക്കെ അല്ലേ? ഇതിനടുത്ത ചോദ്യം, പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് എന്തറിയപ്പെടുന്നു? അപ്പൊ നമ്മൾ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനെ നമ്മൾ സ്വാംശീകരണം എന്നാണ് പറയുന്നത്. നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ സംസ്ഥാപനം എന്ന് പറയും. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു ആ ഒരു കോൺസെപ്റ്റ് മാപ്പൊക്കെ വെച്ച് പഠിച്ചൊരു സംഗതിയായിരുന്നു. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു? സമീപസ്ഥമായ, അതായത് അടുത്തടുത്തുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണത, അത് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഏത് നിയമത്തിൽ വരുന്നു? സമീപം എന്ന് പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, സാമീപ്യ നിയമം. സമീപത്തുള്ളതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതയെ സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. വളരെ എളുപ്പമായിരുന്നു. ZPD വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അപ്പൊ ബി നമുക്ക് വെട്ടാം. ബി ഒഴികെ ബാക്കി എല്ലാത്തിലും 1 C കിടപ്പുണ്ട്. ദെൻ കാതറിൻ ബ്രിഡ്ജസ്, ഇതിന്റെയാണ് കാതറിൻ ചാർട്ട്. ഇത് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നു അല്ലെ, ബ്രിഡ്ജസ്, നമ്മുടെ കാതറിൻ ബ്രിഡ്ജസിന്റെ ചാർട്ട് ഏതിനെ കുറിച്ചുള്ളതാണെന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെയും കിടപ്പുണ്ട്, പേരിൽ ബ്രിഡ്ജസ് കിടപ്പുണ്ട്. ബ്രിഡ്ജസ് ചാർട്ട് കാതറിൻ ബ്രിഡ്ജസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വികാരവുമായിട്ട്, വൈകാരിക വികാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ 2 D. സിയിൽ മാത്രമാണ് 2 D ഇല്ലാത്തത്. എയിലും ഡിയിലും 2 D ആണ്. അപ്പൊ അടുത്തൊരു ചോദ്യം കൂടി നോക്കുമ്പോൾ കൺഫേം ആവും. ക്രിയാഗവേഷണം സ്റ്റീഫൻ എം കോറിയുടേതാണ്. നമ്മൾ കോഡടക്കം പഠിച്ച സാധനമാണ്. സോ 3 B ആണ്. 3 B. ഉത്തരം കൺഫേം ആയി, ഓപ്ഷൻ ഡി ആണ്. അഡോളസൻസ് അഗ്രഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ബന്ദൂര. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നിങ്ങൾക്ക് അത് അറിയില്ല എങ്കിൽ കൂടിയും ഇത് 3 എണ്ണം നോക്കുമ്പോൾ തന്നെ ഉത്തരം നമുക്ക് കൺഫേം ആയിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായവയും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതിനോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസും പ്ലേസ് ഒക്കെ ഉള്ള ഒരു വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് Gcompress എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസും അവരുടെ പരിമിതികൾ മറികടക്കാൻ പറ്റുന്ന ചില ഗെയിംസ് ഒക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് Gcompress. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ധാരണയാണ് അതീത ചിന്ത. അല്ലെ, നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ അറിവ് നേടണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതീത ചിന്ത അഥവാ മെറ്റാകോഗ്നിഷൻ. ഇതൊരു ഉയർന്ന ചിന്താശേഷിയാണെന്ന് നമുക്കറിയാം. താഴെ പറയുന്നതിൽ അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയാ തലങ്ങൾ. അപ്പൊ അതീത ചിന്തയുടെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദ്യം. സോ ഇത് നമ്മൾ ക്ലാസ് മുറിയിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് സൂചന തന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യം മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യാതെ പോയിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടുത്തെ പ്രോസസ്സ് വരുന്നത് ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ, ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ധാരണ, പിന്നെ പ്ലാനിങ്, ഇവാലുവേഷൻ. ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ ആളുകളുടെ അവകാശ സംരക്ഷണത്തിനായി 2016 വന്നിട്ടുള്ള ആക്ട്. 2016 1995 PWD ആക്ട് വരുന്നുണ്ട്. 2016 വന്നിട്ടുള്ളത് ഏത് ആക്ട് ആണ് എന്ന് ചോദിച്ചാൽ RPWD ആക്ട് ആണ്. ഓക്കെ അല്ലേ? RPWD ആക്ട്. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ?
ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏത്? അപ്പൊ നമ്മുടെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. KCF ഉം NCF ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ അവിടെ KCF കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അറിവ് നിർമ്മാണ പ്രക്രിയ, കുട്ടിയുടെ അറിവ് നിർമ്മാണ പ്രക്രിയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാഠപുസ്തക കേന്ദ്രീകൃത പഠനത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ദെൻ പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായിരിക്കണം പഠനതന്ത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. നിരന്തരവും സമഗ്രമായിട്ടുള്ള മൂല്യനിർണ്ണയ രീതി വേണം എന്നും പറയുന്നുണ്ട്. ഓപ്ഷൻ ബി മാത്രമാണ് നമ്മൾ അതിൽ പറയാത്തത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടും പഠിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള സമൂലമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വിദ്യാഭ്യാസ കമ്മീഷൻ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ക്ലിയർ അല്ലേ? സോ ഡിയേഴ്സ്, കഴിഞ്ഞ UPSCയിലെ 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത് നമ്മുടെ സൈക്കോളജിയിലെ 3ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ PYQ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പം അതിനുവേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.